പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. അപ്പോൾ വലിയൊരു ഇല്ലെങ്കിൽ കൂടിയും കുട്ടികൾക്ക് തനിയെ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. വെറും 2 മിനിറ്റ് മാത്രം മതി. 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ. ബ്രെഡും ചോക്ലേറ്റും ബട്ടറും മാത്രം മതി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് ഫില്ലിംഗ് ബ്രെഡ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ബ്രെഡ് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ചോക്ലേറ്റാണോ ഉള്ളത് അതെടുത്താൽ മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ബട്ടറും ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചോക്ലേറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതേപോലത്തെ പീസാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ഇതുപോലെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ചോക്ലേറ്റാണ് എടുക്കണം അതിൽ ഒരു ചെറിയ പീസാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഇതുപോലെ 2 പീസ് ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ബ്രെഡിൻ്റെ മധ്യഭാഗത്തായിട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ വട്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയ ബൗളുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് റൗണ്ട് ഷേപ്പ് വരുന്ന ഏത് പാത്രമായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് കറക്റ്റ് ഷേപ്പിന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സൈഡിലുള്ള ബ്രെഡ് നമുക്കിനി മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് ബ്രെഡ് കിട്ടണത്. ഇതാ ഈ സൈഡ് ഒന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡെല്ലാം നമുക്ക് കുറച്ച് വെള്ളം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ കലക്കിയിട്ട് അത് വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി. സൈഡ് ഇതുപോലെ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സൈഡ് ഇങ്ങനെ ഒന്ന് നമ്മൾ വെള്ളം തൊട്ട് എടുക്കണേക്കാട്ടി ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയായി. നമുക്ക് ബാക്കിയുള്ള ബ്രെഡും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചൊരു ടേസ്റ്റ് കൂടുതൽ. ഇനിയിപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡും ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഈസി ബ്രെഡ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഉള്ളിലാണെങ്കിൽ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ടിരിക്കും. അപ്പോൾ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സാണ്. എല്ലാവരും വീഡിയോ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു സ്നാക്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്